നമസ്കാരം. ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. 2025 8-ാം മാസം പിറന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് മലയാള മാസ അവസാനവും പുതിയ കൊല്ലവർഷവും പിറക്കുന്നത്. നിലവിൽ കർക്കിടക മാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 17 ചിങ്ങം പിറക്കും. അതിനാൽ തന്നെ ഈ ഓഗസ്റ്റിന് ജ്യോതിഷപരമായി ഏറെ സവിശേഷതകളുണ്ട്. ആഗസ്റ്റിലെ ആദ്യ വാരം ഇനി പറയുന്ന രാശിക്കാർക്ക് ഏറെ ഗുണകരമായിരിക്കും. ജീവിതത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന മാസം എന്ന് തന്നെ പറയാം. 7 രാശിയിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങൾ ഏറ്റവും അനുകൂലകരമാണ്. വളരെയധികം അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ആ 7 രാശികൾ ഏതൊക്കെയെന്നും അതിലേതൊക്കെ നക്ഷത്രങ്ങളാണ് ഉൾപ്പെടുന്നതെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം. എല്ലാവരും നിങ്ങളുടെ പേര് നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി സാമ്പത്തിക പ്രതിസന്ധികളും രാഗദോഷങ്ങളും ശത്രുദോഷങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി നല്ല രീതിയിലുള്ളൊരു ജീവിതം വന്നു ചേരാൻ ഭഗവാനോട് ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ രാശി മേടൻ രാശിയാണ്. മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസത്തിലെ ആദ്യ വാരം അനുകൂലകരമാണ്. ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. കരിയറിൽ മികച്ച ഉയരങ്ങൾ കീഴടക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ ഉപരിപഠനത്തിനോ വേണ്ടി വിദേശ യാത്രയ്ക്ക് അവസരം കാണുന്നു. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച നേട്ടങ്ങളൊക്കെ ഈ ഒരാഴ്ച കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അടുത്തത് ഇടവൻ രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം. ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് ആഗസ്റ്റ് മാസത്തിലെ ആദ്യ വാരം മികച്ച ഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കാനാകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എന്തുകൊണ്ടും അനുകൂല സമയമാണ്. കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകും. അടുത്തത് മിഥുനൻ രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർദം. മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റിലെ ആദ്യവാരം ശുഭകരമായിരിക്കും. ഏറെ നാളായി അവിവാഹിതരായി തുടരുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ളൊരു ഭാഗ്യവും മിഥുനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് കർക്കടകം. പുണർദം, പൂയം, ആയില്യം. കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റിലെ ആദ്യവാരം വളരെയേറെ ഗുണകരമാണ്. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാകും. വിദേശത്ത് ജോലി നോക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശത്തേക്ക് പോകാനുള്ള നിങ്ങളുടെ ഭാഗ്യം അനുകൂലമായി വന്നു ചേർന്നിരിക്കുന്നു. ഈ കാലയളവിൽ വീട്, അതുപോലെ വാഹനം, മറ്റെന്തെങ്കിലും വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ അനുകൂലമായി വന്നു ചേർന്ന സമയമാണ്. സ്ത്രീകൾക്ക് ആഭരണങ്ങൾ സമ്മാനമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം തീർത്ഥയാത്ര ചെയ്യാനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും സാധിക്കും. ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഭഗവാന്റെ കടാക്ഷം വന്നു ചേരും. അതുകൊണ്ട് എന്തെങ്കിലും തടസ്സം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ നേരിടുന്ന തടസ്സങ്ങളെ ഭഗവാൻ മാറ്റിത്തരും. അടുത്തത് ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റിലെ ആദ്യവാരം ഏറെ അനുകൂലകരമാണ്. ഈശ്വരാനുകൂല്യമുള്ള കാലമായതിനാൽ വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സം അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അതൊക്കെ മാറി വിജയകരമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. കലാകായിക രംഗത്ത് ശോഭിക്കാൻ കഴിയും. സാമ്പത്തികമായി നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കും. പല വഴിക്കുന്നും പണം കൈകളിലേക്കെത്തും. കടം കൊടുത്തിട്ട് ഇനി തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ പണമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള യോഗം കാണുന്നു. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ സഹായകമാകും. കടങ്ങളെല്ലാം വീട്ടാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം വന്നു ചേരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ അവയിൽ നിന്നെല്ലാം
മോചനം ലഭിക്കാനുള്ള സമയം ആഗതമായി എന്ന് തന്നെ പറയാം. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് ആഗസ്റ്റിലെ ആദ്യവാരം ശുഭകരമായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടം വന്നു ചേരും. അതുപോലെ കോടതിപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല വിധി വന്നു തരും. നിങ്ങൾ സന്തോഷിക്കുന്ന രീതിയിലുള്ളൊരു വിധി നിങ്ങൾക്ക് അതുമൂലം വന്നു ചേരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളുടെ ഇപ്പോഴത്തെ ആസ്തി വർദ്ധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഭൂമി വാങ്ങാനും അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാനും ഒക്കെ ഉള്ളൊരു യോഗം കാണുന്നു. ഏറെ നാളത്തെ പ്രണയബന്ധം വിവാഹ ജീവിതത്തിലേക്ക് വഴിതെളിയും. വിവാഹം കഴിഞ്ഞവർക്കും പ്രണയിക്കുന്നവർക്കും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യവാരം എന്തുകൊണ്ടും അനുകൂലകരമാണ്. നേട്ടമാണ്, ഭാഗ്യമാണ്, സന്തോഷ നിമിഷങ്ങളാണ്. അടുത്തത് മകരൻ രാശി. ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരൻ രാശിക്കാർക്ക് ഓഗസ്റ്റിലെ ആദ്യവാരം ഏറെ അനുകൂലകരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ മാറി വലിയ രീതിയിൽ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ബിസിനസ് പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതിനും സാധിക്കുന്നതാണ്. ബിസിനസ് മൂലം വലിയ രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാം. ഇതുവരെ അനുഭവിച്ച നഷ്ടങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു എന്ന് തന്നെ പറയാം. സ്വത്ത് തർക്കങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലെ അസാരസ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ദമ്പതികൾ തമ്മിൽ സന്തോഷപൂർണ്ണമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. പങ്കാളിയോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിക്കാനുള്ളൊരു യോഗം കാണുന്നു. എന്തുകൊണ്ടും കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നതിൽ സംശയം വേണ്ട. കുടുംബ അംഗങ്ങളോടൊപ്പവും ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തെങ്കിലും രോഗബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കും. ഇത് ഭാഗ്യമാണ്, നേട്ടമാണ്. ചിങ്ങം തുടങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.